എന്താണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് മടുത്തു, എനിക്ക് വയ്യ. കൊച്ചിന്റെ കാര്യം ആലോചിച്ചിട്ടാ പിന്നെ ഞാൻ മിണ്ടാണ്ട് ഇത്രയും കാലം നിന്നത്. ഇനി ഇത് മുന്നോട്ട് പോകത്തില്ല. അങ്ങനെയാണ് എനിക്ക് മടുത്തു. ഞാൻ കാര്യം പറയാം, നിങ്ങൾ ഈ അടിയും ബഹളമൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് എന്താന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ കാര്യം വെച്ച് തുടങ്ങാനല്ലോ നമുക്ക്. ഈ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ വള്ളം കറിയുടെ സ്ഥലത്തുണ്ടാകത്തില്ല ഇത്രയും മാത്രം വെള്ളം. ഒരു മഞ്ഞ കളർ മങ്കും കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നു ബ്രോ, നാട്ടില് കുഞ്ഞ് ജനിച്ചോളുന്ന സമയത്ത് അയ്യത്ത് വെച്ചോണ്ടിരുന്നാണ് ഞാൻ മങ്കും കൊണ്ട് അവിടെ പോയി ശീലിച്ചാണ്. ആ ശീലിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ എനിക്ക് പറ്റത്തില്ല. എന്റെ ഈ സായിപ്പന്മാരുടെ മറ്റേ പേപ്പർ എടുത്ത് നനച്ചോണ്ട് പകുതി അവിടെ വെച്ചോണ്ട് ജോലിക്ക് വന്നത് ഇറിറ്റേഷൻ ആണ് ബ്രോ. അത് പറയാൻ മനസ്സിലാകത്തില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? വൃത്തിക്ക് ഉപയോഗിക്കണ്ടേ? ഈ വക പ്രശ്നങ്ങളൊക്കെ വിടാം. ശരിക്കുള്ള പ്രശ്നം എന്താണ്? കള്ളുകൂടിയൊരു പ്രശ്നമാണ്. ഞാൻ അത് യോജിക്കുന്നുണ്ട്. അവരുടെ സമാനപ്പെട്ട് എന്താണ് കാലങ്ങളായി എന്റെ പൊന്നളിയ, നിനക്കറിയാല്ലേ ഞാൻ എന്റെ ജീവിതത്തിൽ മദ്യപിച്ചിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ ഞാൻ മദ്യപിക്കുന്നത്? അല്ല, അത് ശരിയല്ല. പിന്നെ എന്താണ് ഈ കള്ളുകൂടി പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. അയ്യോ, ഇങ്ങനെ കള്ളു കുടിക്കുന്നതല്ല പ്രശ്നം. ഇങ്ങനെ എന്നെ ഒരു വകയ്ക്ക് കള്ളു കുടിക്കാൻ സമ്മതിക്കുന്നില്ല. എന്ത് മനസ്സിലാക്കാനല്ല? ശരിയാണ്. ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം, സമാനപ്പെടും. അത് നമുക്ക് ആധുനിക കാലമാണ്, പക്ഷെ ആൾക്കാർ പഴയതാണെന്നും കൂടെ അവൾ ഓർക്കണം. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അടിവെക്കരുത്. റിലാക്സ്, എല്ലാവരും റിലാക്സ് ചെയ്യും. ചേട്ടാ കേക്കണം. ഈ കഴിഞ്ഞ മാസം മാത്രം 6 തവണയാണ് സംഭവിച്ചത്. 100-300 പൗണ്ടാണ് ഞാൻ ഓരോ മാസവും ഇതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരുന്നത്. ഇവരുടെ പാർക്കിങ് ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ പറയട്ടെ, ഓരോരോ രീതിക്ക് പോയി അങ്ങ് പാർക്ക് ചെയ്യും. നീ പാർക്കിന്റെ കൂടെയാണ് ഡയലോഗ് ഒന്നും നീ അടിക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം നീ ഇവള് പറയുന്ന പാർക്കിങ്ങിന്റെ ഫൈൻ ഇവള് എത്ര പ്രാവശ്യമാണെന്ന് അറിയോ? ഇതിൽ 5 പ്രാവശ്യവും ഒരു പ്രാവശ്യം എന്റെ സംഭവിച്ചോളൂ. 5 പ്രാവശ്യവും ഇവള് കാരണം ഞാൻ കൊണ്ടുപോയി കാറ് പാർക്ക് ചെയ്യും. ഇവള് ചേട്ടാ ഇവിടെ പാർക്ക് ചെയ്യും, കുഴപ്പമില്ല, എനിക്ക് ആ കടയിലോട്ടൊന്ന് പോയിട്ട് ഇപ്പൊ വരാം, 1 മിനിറ്റ് എന്ന് പറയും. ഇവള് പോയിട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോഴത്തേന് പറയും കഴിഞ്ഞു കേട്ടോ, അപ്പോഴാണ് ഞാൻ കഴിയുന്നത്. ഈ സമയം കൊണ്ട് വരുമ്പോഴത്തേന് പാർക്കിംഗ് ഫൈൻ കിട്ടും. ഇവിടെ ഷോപ്പിംഗ് കാരണമാണ് കംപ്ലീറ്റ് പാർക്കിംഗ് പ്രശ്നമായത്. 3.5 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. അത് ചെയ്യത്തില്ല. 1 മിനിറ്റ് അല്ലേ 2 മിനിറ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും റോഡ് സൈഡിൽ. 300 പൗണ്ട് പാർക്കിംഗ് കൊടുക്കാൻ വേണ്ടി അടി വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ നിങ്ങളുടെ 2 സൈഡിലും ചെറിയ തെറ്റുകളുണ്ട്. അതിരിക്കട്ടെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സമാനപ്പെടും. ഓക്കെ, നമുക്ക് കാര്യങ്ങൾ പറയും. അതൊക്കെ ഇരിക്കട്ടെ, എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു പാർട്ടിക്കോ ഒരു പബ്ബിലോ എവിടേക്കെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ മൂക്ക് പൊത്തിയിട്ട് അടുത്തിരിക്കുക. കാരണം അവർക്ക് ഭയങ്കര നാറ്റമാണ്. എന്റെ നാറ്റത്തിന്റെ കാര്യമില്ല, ഞാൻ നല്ല അസലായിട്ട് പെർഫ്യൂം അടിച്ചിട്ടാണ് നടക്കാറ്. ഈ മനുഷ്യന് ഈ കറിമണം ഉണ്ടല്ലോ, കൂട്ടില് ഷർട്ടില് പോയി തലമുടിയില് വരയ്ക്കോ. എവള് പറയുന്ന ഈ കറിമണം എന്നെ കൊണ്ട് 24 മണിക്കൂറും കറി ഉണ്ടാക്കി, ചോറും ഉണ്ടാക്കി, കൊച്ചിനൊക്കെ വിളമ്പിയും കൊടുത്ത്, അവർക്ക് വിളമ്പി കൊടുത്ത്, വയറ് വെച്ച് കൊടുക്കുമ്പോൾ ഇതിന് കറിമണം ഇല്ലാതെ എങ്ങനെ നടക്കും? ഇല്ല, ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് കറിയും കൂടെ ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം. നോക്ക് ബ്രോ, എന്ത് വൃത്തിയായിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ തനി കറിമണം? ചുമ്മാ പറയുന്നത്. ഇത് ഈ ഡ്രസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഓരോ പ്രാവശ്യം പോകുന്ന സമയത്ത് ഞാൻ എടുത്തു കൊടുത്ത് ഞാൻ ഇടി വെച്ചാണ് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞാ പിന്നെ ഞാൻ ഒരു കടയിൽ ചെന്ന് ഒരു ഉടുപ്പ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ സമ്മതിക്കുമോ? ഞാൻ ഒരു സാധനം എടുക്കുന്നു, ഉടനെ പിടിച്ച വാങ്ങിച്ചിട്ട് ചേട്ടാ അത് വില കൂടില്ല, കുറച്ച് സാധനം എടുക്കാൻ പറയും. ഞാൻ എന്റെ പൊന്ന് ബ്രോ, ഈ നാട്ടിൽ വന്ന് ജീവിക്കുന്നതിന്റെ കുഴപ്പമില്ല. പെണ്ണിന് അടിമയാണ് ഞാൻ. എന്നിട്ടാണ് കാശ് ഉണ്ടാക്കുന്ന ആൾക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഇതൊക്കെ ഞാൻ കണ്ടില്ല എന്ന് നടിക്കാം. എന്നാലും ഒരു GP-നെ വിളിക്കാൻ വേണ്ടിയിട്ട്, ഒരു കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാൻ പോട്ടെ, മൊബൈലിന്റെ കോൺട്രാക്ട് പുതുക്കാൻ വരെ ഞാൻ വേണം വിളിക്കാൻ. ഒരു സെന്റൻസ് കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ പറയാൻ അറിയില്ല. ഒരുമാതിരി ഫോൺ എന്റെ പൊന്നു ബ്രോ, ഇംഗ്ലീഷ് പറയാൻ അറിയെങ്കിൽ ഞാൻ ഇവളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട്. ലോക പ്രസിദ്ധനായ മെസ്സി, ലോക പ്രസിദ്ധനായ റൊണാൾഡോ, ഇവന്മാർക്ക് ആരെങ്കിലും പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണോ വരുന്നത്? അവരെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അവരൊക്കെ ലോക പ്രസിദ്ധമാരായിട്ടുള്ള ആൾക്കാരെ കയ്യിലെ ചിക്കിളി നമ്മൾ ഇങ്ങനെയൊക്കെ പറയരുത്. നമ്മൾ അവരുടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബജീവിതം. തനിക്ക് മനസ്സിലായോ? അപമാനമാണ് കേട്ടോ. മെസ്സിനെ കാലയോ റൊണാൾഡോ പോലെ എന്നെ ആക്കണ്ട. പക്ഷെ അറ്റ്ലീസ്റ്റ് അവർക്ക് കുറച്ച് റെസ്പെക്ട് ചെയ്തൊന്ന് സംസാരിച്ചൂടെ? ഞാനൊരു മനുഷ്യൻ. എന്റെ പൊന്നു പോയി, എനിക്ക് ഡൈവോഴ്സ് വേണം. ഇതിനെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ കേട്ടോ, ഞാൻ എന്ത് പറഞ്ഞാലും ഞാനൊരു ഇംഗ്ലീഷ് വാക്ക് എടുത്ത് പറയുന്നു. ഇവളെ ഉടനെ എന്ത് ഇവളുടെ പരിപാടി എന്ന് പറയും, ഉടനെ ആ വാക്ക് പിടിച്ചിട്ട് ഇവളെ വലിയ ഇംഗ്ലീഷ് ആരെങ്കിലും ചമയോ? ഇവിടെ വന്നേ പിന്നെയാണ് നാട്ടിൽ കടന്ന് മറ്റേ ഇവളുടെ അമ്മയായിട്ട് പിന്നെ റോഡ് തൂത്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവളെ പ്രേമിച്ചത്. അന്നേരം ഇവർക്ക് ഈ ഒരു ഇതുമില്ലായിരുന്നു. ശരിക്കുള്ള പ്രശ്നം നിങ്ങൾക്ക് ഇതൊക്കെയാണോ? സത്യത്തിൽ ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ശരിക്കുള്ള പ്രശ്നം പറഞ്ഞ എന്റെ പൊന്നു ബ്രോ, 24 മണിക്കൂർ അവളെ ഇൻസ്റ്റാഗ്രാമിലാണ്.
അതൊരു പ്രശ്നമാണ്. ചേട്ടാ കേൾക്കണം. 24 മണിക്കൂർ ഇൻസ്റ്റാഗ്രാമിലും അത് നമ്മുടെ ഫേസ്ബുക്കിലും ചേട്ടാ, കുടുംബജീവിതം എനിക്ക് തകർക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ല, ഫേസ്ബുക്കിൽ ഒരു പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഫോട്ടോ ഞാൻ ആരുടെയും ഫോട്ടോയിൽ കമന്റ് ചെയ്താലോ ലൈക്ക് ചെയ്താലോ ഇങ്ങനെ ഇൻസെക്യൂരിറ്റിയാണ്. ശ്ശെ, അത് എന്റെ ശരിയല്ല. പൊന്നു ബ്രോ, ഞാൻ അറിയാം ഇവന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ബ്രോ കണ്ടിട്ടുണ്ടോ? എന്റെ ഫോട്ടോ അതിലില്ല. എവിടെ ഫോട്ടോ മാത്രമേ അതിനുള്ളൂ. എന്റെ ഒറ്റ ഫോട്ടോ ഇല്ല, എന്റെ കൊച്ചിന്റെ ഫോട്ടോ ഇല്ല, ഇവളുടെ ഫോട്ടോ ശരിയല്ല, വല്ലപ്പോഴൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഇടണ്ടേ? എന്റെ പേരിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലേ? മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലും അല്ല, ഇവിടെ വേറെ അക്കൗണ്ട് ഞാൻ ടിൻഡർ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ വരെ കണ്ടു. എന്നോട് പറഞ്ഞോ ഇവിടെ ഇത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പോലെ എന്തോ ഒരു സാധനമാണ്. എന്റെ കൂട്ടുകാരൻ പറഞ്ഞ അളിയെ ഞാൻ ടിൻഡറിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ ഉണ്ടാ ടിൻഡറിലും. എന്ത് നാണക്കേടാണ് മോശമായി പോയി കേട്ടോ. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അയ്യോ, മാതിരി, അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് എന്റെ ഫോട്ടോ അല്ല അതിൽ ഞാൻ അവളുടെ ഫോട്ടോ ഇടാൻ ടിൻഡറിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വന്ന് കാണാൻ പോയി. യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് ശരി, അത് മാത്രം പറ, വേറെ ഒന്നും പറയരുത്. എന്റെ പൊന്നെ ബ്രോ, ശരിക്കും ഉള്ള പ്രശ്നം കൂർക്കമ്മലി. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കുറെ നേരമായിട്ട് പറഞ്ഞു വെച്ചൊക്കെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒന്നും പ്രശ്നമല്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ. നിങ്ങൾ ചുമ്മാ എടുത്തോടനെ ഡിവോഴ്സ് ഇതൊക്കെ വിടുക. പറഞ്ഞാൽ എനിക്കൊരു കുറച്ച് സമയം തരും, ഞാനൊന്ന് പുള്ളിയിടുന്നു കുറച്ച് നേരം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. എന്റെ പൊന്നെ അളിയ, ഞാൻ പോവാം. ഞാൻ ഞാൻ ഒന്ന് പോവാം. ഒരു 2 മിനിറ്റ് സംസാരിക്കാം. നശൂലം പിടിച്ച സാധനമാണ്. അല്ലേ ഞാൻ മസിൽ പിടിച്ചിരുന്ന നീ ഇത്തിരി ഒന്ന് സമാധാനപ്പെടും. ഇവ ഇങ്ങനെ നീ കണ്ടേ ഇടേ ഞാൻ പറയണ നീ മര്യാദ കേൾക്ക്. നിനക്ക് എത്രാം ക്ലാസ്സിലാണ് പഠിച്ചെന്ന് പറഞ്ഞു? 10ാം ക്ലാസ്സും പഠിച്ച് നാട്ടിൽ പോയാൽ മുണ്ട എടുത്ത് വെച്ചിരിക്കുന്നു അവിടെ. നീ എന്ത് ചെയ്യാനാണ് പോകണം അവിടെ പോയി? നാട്ടിൽ പോകാനല്ലേ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് എന്ത് ചെയ്യാൻ അവിടെ പോയി? വല്ല ഉണ്ടോ? അക്കൗണ്ട് വല്ലതും ഉണ്ടോ? ഇവിടെ മര്യാദയ്ക്ക് ഇത്തിരി പാത്രം കഴുകണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇത്തിരി വീട്ടുപണിയൊക്കെ ചെയ്തു പോയ കാര്യങ്ങൾ നടന്നു പോലെ ഇടയ്ക്ക് നിന്റെ കാര്യങ്ങൾ നീ ആലോചിക്കും, നാട്ടിലെ അവസ്ഥ നീ ആലോചിക്കും. മനസ്സിലായോ? ചുമ്മാ കണ്ണടച്ചു വിടുക. സംഭവം അവള് നല്ല പെണ്ണാണ്, ഇത്ര ഞാൻ പറഞ്ഞ നിങ്ങൾ തള്ളും വേണ്ടല്ലേ? ഓക്കെ, നീ ഇതൊക്കെ പറഞ്ഞ നല്ല പെണ്ണാന്നൊക്കെ പറഞ്ഞ നമ്പർ ഒന്ന് വാങ്ങിച്ച് നീ അയക്കാൻ നിൽക്കില്ല. എന്റെ സംശയം നീ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരുടെ ഒന്ന് ഇങ്ങോട്ട് വരും. സംഭവം സത്യത്തിൽ ഇങ്ങോട്ട് ഡിവോഴ്സിന്റെ കേസാണിത്. ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടതും അവരുടെ അത്യാവശ്യം ഫുൾ ടൈം ജോലി ചെയ്യുന്ന വ്യക്തിയല്ലേ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പണികളുണ്ട്. പാത്രമൊക്കെ കഴുകണം, ഇനി തുണി കഴുകിയിടണം, ഇനി കൊച്ചുങ്ങളെ നോക്കുന്നതിന്റെ ബുദ്ധിമുട്ടറിയാലോ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരാളെ വെച്ച് എത്ര രൂപ ചെലവ് വരും? ഒരു 1000-1200 പൗണ്ട് പോകും. അത് മിനിമം അല്ലേ? ഇനി വല്ല വിളക്കാന്ന് വെച്ചാൽ 2000 രൂപ. നിന്നോട് അവൻ എന്തു വഴി പറഞ്ഞേ? എന്നോട് പറഞ്ഞത് ചേട്ടൻ നല്ല ചേട്ടനാണെന്നും ചേട്ടനെ പോലെ ഒരു ചേട്ടൻ വേറെ ഉണ്ടാവില്ല എന്നും ലോകത്ത് ഏറ്റവും നല്ല ചേട്ടൻ ചേട്ടനാണെന്നും. എനക്ക് മനസ്സിലായില്ലേ? എന്റെ വില എനക്ക് മനസ്സിലായ? കണ്ടാ ചേട്ടാ എന്നെ പറ്റി എന്താ പറഞ്ഞത്? നിന്നെ പറ്റിയാ? എടി സത്യമായിട്ട് അവൻ പറഞ്ഞത് നീ അവളെ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചേ. ഞാൻ സത്യം പറഞ്ഞ ആലോചിച്ചപ്പോ നമ്മളന്ന് ഞാൻ ബാംഗ്ലൂർ പ്രേമിച്ചിരുന്ന സമയമൊക്കെ ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു ലൈഫ് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ഇങ്ങനെയൊക്കെ പോവാന്ന് വിചാരിച്ചു. അല്ലേ? പിന്നെ എന്താ പറയാ, നിനക്ക് നിന്റെ ഭാഗ്യല്ലേ ഞാൻ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടെ ചേട്ടൻ പറഞ്ഞു. എന്തായിരുന്നു? നമ്മളെ വെയിറ്റ് ഫോർ ഈച്ച് അതർ നല്ലേ.